എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മകരമാസം 4-ാം തീയതി 18/1/2026 ഞായറാഴ്ച. ഇന്ന് എല്ലാവരും വളരെ ആലസ്യത്തോടു കൂടിയും വിശ്രമത്തിലും ഒക്കെ ഇരിക്കുന്ന ദിവസമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുത്ത് സന്തോഷിക്കുന്ന ഒരു ദിവസമായിരുന്നു അല്ലേ ഇന്ന്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് പതിവുപോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. വാഹനം അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ വസ്തു ഒക്കെ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനുതകുന്ന രീതിയിലുള്ള ഒരു സന്ദർഭം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് നിർമ്മാണ പദ്ധതികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉള്ളത്. എന്നാൽ സന്താനങ്ങളുമായി ചില കലഹങ്ങൾ ഉണ്ടാകുവാനും അവരുമായി എന്നേക്കുമായി വൈരാഗ്യത്തിൽ അകന്നു പോകുവാനുമൊക്കെ സാഹചര്യമുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. കലഹം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. കലഹിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നു. അതായത് നമ്മളൊരു അമിതമായി കോപിക്കുമ്പോൾ അഡ്രിനാലിനുണ്ടാകുന്നു എന്ന് നമുക്കറിയാമല്ലോ, ശാസ്ത്രമാണത്. അപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതിയെ തന്നെ അത് ബാധിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ആത്മനിയന്ത്രണത്തോടു കൂടി പോവുക. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ കൂറുകാർക്ക് ഇതേ അനുഭവമാണ് ഇന്നത്തത്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ പല അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഗുണകരമായ പല ഏർപ്പാടുകളും ചെയ്തു തീർക്കുവാനും അതേപോലെ സാമ്പത്തികമായ ഇടപാടുകളിൽ വന്ന വീഴ്ചകൾ പരിഹരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വരുമാനം ലഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. വസ്തു കച്ചവടത്തിന് ഒരു കരാർ ഒപ്പിടാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ ഗ്രഹത്തിൻ്റെ പുനരുദ്ധാരണത്തിനോ അല്ലെങ്കിൽ നവീകരണത്തിനോ ഒക്കെ വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. കുടുംബക്ഷേത്ര സംബന്ധമായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുവാനും സ്ഥാനം ലഭിക്കുവാനുമൊക്കെ സാധ്യത കാണുന്നു. അതേപോലെ ദീർഘനാളുകളായി പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും മുടങ്ങിക്കിടന്ന കാര്യങ്ങളും നടപ്പിലാക്കുവാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദ്യാർത്ഥികൾക്ക് ഒക്കെ ഇന്ന് ഗുണകരമായ ദിവസമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്കും ഇന്ന് അനുകൂലമായ ഒരു ആത്മധൈര്യം വീണ്ടെടുക്കും രീതിയിലുള്ള ചില സന്ദേശങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. ജോലിഭാരം കൂടുന്നത് മൂലം വീട്ടമ്മമാർക്ക് ചില ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ വെള്ളം നിറച്ച പ്രതലത്തിൽ ചവിട്ടി വീഴാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഗ്രഹജോലികൾ എല്ലാം ചെയ്യുക. ശുദ്ധീകരണ പ്രവൃത്തികളൊക്കെ സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ദിവസമാണല്ലോ, മാറ്റിവെക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ ആ ക്ലീനിങ്ങിനിടയിൽ വീഴ്ച പറ്റാതെ ശ്രദ്ധിക്കണം. കണ്ടകശനി കാലമായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. നമ്മുടെ ശാസ്ത്രത്തിൽ, നമ്മുടെ വേദത്തിൽ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പറഞ്ഞിട്ടുണ്ട്. വേദത്തെ ഉയർത്തി കാണിക്കുന്ന പല ആളുകളും ഒരിക്കലും വേദത്തിൻ്റെ ശിക്ഷണങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ പാലിക്കാറില്ല. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള യോഗയും മെഡിറ്റേഷനുമൊക്കെ ഫാഷന് വേണ്ടിയല്ലാതെ ജീവിതത്തിലെ ഉന്നമനത്തിന് വേണ്ടിയും അനായാസേന ജോലി ചെയ്യാനും വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ രാശിക്കാരും ഇത് ശ്രദ്ധിക്കുക. നമ്മൾ സമയം കണ്ടെത്തി യോഗ, മെഡിറ്റേഷനൊക്കെ നടത്തുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമായിരിക്കും. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില കലഹങ്ങൾ വന്ന് സംഭവിക്കുവാനും സുഹൃത്തുക്കളുമായി കൂട്ടുകൂടി
ചില വിപരീതമായ സമൂഹത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങളിൽ ചെന്ന് ഏർപ്പെടാനും നിയമപരമായ നടപടികൾ നേരിടേണ്ടതുമായിട്ടൊക്കെ കാണുന്നു. അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള സഞ്ചാരങ്ങൾ, ദുഷിച്ച സ്വഭാവങ്ങളൊക്കെ ഉള്ളവരിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് വളരെയധികം നന്നായിരിക്കും. സുഹൃത്തുക്കൾ എപ്പോഴും സുഹൃത്തുക്കളായിരിക്കണം, അല്ലാതെ ദുഷിച്ച സ്വഭാവങ്ങൾ പകരുന്ന ഒരു ഉറവിടമായിരിക്കരുത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അതുപോലെ കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ചില അസുഖങ്ങൾ വരുന്നത് പോലെ മനക്ലേശം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ആളുകൾക്ക് ചില വൈഷമ്യങ്ങൾ വരുന്നത് കണ്ട് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്പോർട്സിൽ ഇടപെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കായികമായ ഏതെങ്കിലും തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അതുപോലെ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക, മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. മുൻകരുതലുകൾ ഇല്ലാതെ അല്ലെങ്കിൽ അശ്രദ്ധമായി വണ്ടി ഓടിക്കുക, അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം അത്യാഹിതമായ ആപത്തുകൾ സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനാഗമനത്തിനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും ഇന്ന്. സ്വന്തമായി തൊഴിൽ അന്വേഷിക്കുന്നവർക്കും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ദൂരയാത്രയ്ക്ക് അവസരം ഒരുങ്ങി വരുന്നൊരു ദിവസമായിരിക്കും. എന്നാൽ തിരിച്ചുള്ള യാത്രയിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ടും ചില കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതായിട്ടും കാണുന്നു. വളരെ ശ്രദ്ധിക്കുക, ആത്മസംയമനം കൈവിടാതെ ഇരിക്കുക. തിരക്കിൽപ്പെട്ട് ചില അപകടങ്ങൾ വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്നുള്ള യാത്ര തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. സുഹൃത്തുക്കളുമായി കൂട്ടുകൂടി പോകുന്ന യുവാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. ചില അപകട സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. അതുകൊണ്ട് എപ്പോഴും മുൻകരുതലുകൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അമിതമായ ഭക്ഷണം മൂലമോ പുറത്തു നിന്നുള്ള ഭക്ഷണം മൂലമോ ഉദരസംബന്ധമായ വ്യാധി ഉണ്ടാകുവാനും ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുവാനും ഒക്കെ സാധ്യത കാണുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആഹാരം തിരഞ്ഞെടുക്കുക. ശുചിത്വം ഉള്ള സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശങ്കകൾ ഉണർത്തുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തീർത്താൽ തീരാത്ത ദുഃഖങ്ങളൊന്നും ഭൂമിയിലില്ല. നമ്മൾ വളരെയധികം പ്രാർത്ഥനയും വ്രതവും ഒക്കെ എടുത്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടതായി കാണുന്നില്ല. എല്ലാ കാര്യത്തെയും ആത്മസംയമനത്തോടുകൂടി നേരിടുക. ബുദ്ധിപരമായി എല്ലാത്തിനെയും നേരിടുക. ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം ഗ്രഹത്തിൽ കുറച്ച് കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാനോ അല്ലെങ്കിൽ കുടുംബസ്വത്തിൻ്റെ തർക്കത്തിൽ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതായ ഒരവസ്ഥ വരാനോ ഒക്കെ സാധ്യത ഉള്ള ഒരു ദിവസമായിരിക്കുമെന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടുക. ആത്മസംയമനം പാലിക്കുക. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. വ്യോമസേനയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം നല്ലതായി കാണുന്നു. ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ദൂരദേശത്ത് ജോലി ചെയ്യുന്ന ചില ആളുകൾക്ക് ചില അപകടങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കുക. പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതേ ഫലം തന്നെയാണ് ഇന്നുള്ളത്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. വളരെയധികം ഫലപ്രദമായ കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം തീരുമാനങ്ങളെടുക്കാൻ ഒരു നല്ല ദിവസമായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ഏറ്റവും ഉചിതമായ ഔഷധ ചികിത്സ കണ്ടെത്തുവാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്ന ചില പ്രകൃതക്കാർ ഈ കൂറുകാരിലുണ്ട്. വളരെ വിശ്വാസത്തോടുകൂടി എല്ലാവരെയും പഠിച്ച് മുമ്പോട്ട് പോവുക. സ്വന്തം കാര്യങ്ങൾ സാധിക്കുവാനായി മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് അത് വലിയ ഫലങ്ങൾ, ദൂഷിത ഫലങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. കൂട്ടുകെട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കുക. കൂട്ടുകാരുമായി ചേർന്ന്
ഏതെങ്കിലും സംരംഭം തുടങ്ങാനുള്ള പദ്ധതിയും അതേപോലെ മീറ്റിങ്ങുകളും ഒക്കെ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അത് വളരെയധികം മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരുവാനായി സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് സമാധാനപരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷിച്ചതിലധികം ഭാഗ്യമുണ്ടാകുന്ന ദിവസമാണ്. ദൂര യാത്രയ്ക്കോ അല്ലെങ്കിൽ ദീർഘയാത്രയ്ക്കോ ഒക്കെ പ്ലാനിടുന്ന ദിവസമാണ്. ബന്ധുമിത്രാദികളുമായി സംസാരിച്ചോ അല്ലെങ്കിൽ അവരുമായി ഇടപെട്ടോ അല്ലെങ്കിൽ അവരുടെ സഹായം മൂലമൊക്കെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ദിവസമായിരിക്കും. സ്വന്തം ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് മനസ്സിനെ പരിപക്വമാക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ബന്ധുക്കളിൽ ചിലർക്ക് ചില അസുഖങ്ങൾ വരുന്നത് പ്രമാണിച്ച് ചില പ്രയാസങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. സംഘർഷങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർക്ക് ഇന്ന് ആശ്വാസപരമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്കും മെച്ചപ്പെട്ട ഒരവസ്ഥയാണ് കാണുന്നത്. അതേപോലെ പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുവാനും പുതിയതായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള അലങ്കാര വസ്തുക്കൾ ലഭിക്കുവാനും ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനുമൊക്കെ സന്തോഷമുള്ള അല്ലെങ്കിൽ നല്ലൊരു ദിവസമായിരിക്കും. ഏതെങ്കിലും ഇടത്തു നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുവാനും ഗൃഹോപകരണങ്ങളോ അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളോ ഒക്കെ ലഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസവും കൂടിയാണ് ഇന്ന്. ഇറക്കുമതി കയറ്റുമതി ചെയ്യുന്നവർക്ക് മന്ദത അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. മലചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നഷ്ടം വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. കരാറുകൾ ഭഞ്ജിക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ വലിയ വിപണനത്തിന് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ വിപണിയിൽ വരുന്ന ചില മാറ്റങ്ങൾ മൂലം വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ റിജക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ തിരിച്ചയക്കാനുമൊക്കെ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് മനക്ലേശമുണ്ടാകുന്ന ദിവസമാണ്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമായ ഒരു ഘടകം. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിലൂടെ മുൻപോട്ട് പോവുക, എല്ലാം സ്വായത്തമായി വരും. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. മനസ്സിനും ശരീരത്തിനും സുഖം പകരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. സുഹൃത്തുക്കളുമായി ഇടപെട്ട് ഉല്ലാസ യാത്രയ്ക്കുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കുവാനും സുഹൃത്തുക്കളുടെ സാമീപ്യം അനുഭവിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അപൂർവമായ ചില കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ സോൾമേറ്റ്സ് എന്ന് തോന്നുന്ന ചില വ്യക്തികളുമായി ബന്ധപ്പെടുവാനും അവരുമായി കാര്യങ്ങൾ സുഗമമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരുവാനുമൊക്കെ ഉറച്ച തീരുമാനമെടുക്കാനുമൊക്കെ ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. ഒരുപാട് സഹായികൾ ലഭിക്കുന്ന ദിവസമാണ്. പേരക്കുട്ടികൾക്കോ സ്വന്തം മക്കൾക്കോ വിവാഹം അല്ലെങ്കിൽ അവരുടെ പഠനത്തിന് ഉതകുന്നതായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം വാത്സല്യവും സ്നേഹവുമൊക്കെ ഉള്ളവർക്ക് സമാധാനവും സന്തോഷവും അവരിൽ നിന്ന് ലഭിക്കുന്ന ദിവസമായിരിക്കും. എന്നാൽ മാതാപിതാക്കൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നേക്കാൻ സാധ്യതയുണ്ട്. ചില ദുഃഖകരമായ അനുഭവങ്ങൾ അവർക്കുണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയിലൂടെ മുൻപോട്ട് പോവുക. ആപത്തുകളിൽ നിന്നെല്ലാം ഈശ്വരൻ നിങ്ങളെ കരകയറ്റും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ആശങ്കകളുണ്ടായിരുന്ന പല കാര്യങ്ങളും നിവൃത്തിയാകുന്ന ഒരു ദിവസമായിരിക്കും. സുഹൃത്തുക്കളുടെ സന്ദർശനം മൂലം സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുത്ത് മനസമാധാനവും ആത്മധൈര്യവുമൊക്കെ വീണ്ടെടുക്കാൻ സാധ്യതയുണ്ട്. വിവാഹാധികാരങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റിയൊരു ദിവസമായിരിക്കും ഇന്ന്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുക്കൾക്കുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ജോലി തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുമോ എന്നുള്ളൊരു ആശങ്ക ഉടലെടുക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ഉറച്ച പ്രാർത്ഥനയാണ് ഏറ്റവും അനുകൂലമായി കാണുന്നത്. ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്ക് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആശ
വഹമായ പല കിരണങ്ങളും മനസ്സിൽ വന്ന് പൊട്ടി മുളയ്ക്കുന്നതായി കാണുന്നു. വിശ്രമ ജീവിതത്തിൽ തുടരുന്നവർക്ക് ഇന്നത്തെ ദിവസം ബന്ധുസമാഗമത്തിനും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതിയിലുണ്ടാകുന്ന മെച്ചപ്പെട്ട ചില അവസ്ഥയുമൊക്കെ കൊണ്ട് സന്തോഷം വരുന്ന ഒരു ദിവസമായിരിക്കും. കച്ചവടക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. സ്വന്തമായി കച്ചവടം നടത്തുന്ന ചെറുകിട വ്യവസായികൾക്കും ചെറുകിട ബിസിനസ്സുകാർക്കുമൊക്കെ ഇന്നത്തെ ദിവസം ഗുണകരമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ആളുകൾക്ക് കൂട്ടായി ആരെങ്കിലും വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. പ്രായഭേദമന്യേ ഇത്തരത്തിലൊരു മനസ്സമാധാനം ലഭിക്കുന്ന ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധ വയ്ക്കേണ്ടത് ആവശ്യമാണ്. ഏഴരശനിക്കാലമായതുകൊണ്ട് വീഴ്ച, ഒടിവെച്ചതോ മുറിവിനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വഴുക്കലുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ വളരെ അപകടം നിറഞ്ഞ സാഹചര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകരുതലുകൾ എടുക്കാതെ ഒരു കാരണവശാലും വാഹനങ്ങളിൽ കയറുകയോ പിറകിൽ കയറിയിരിക്കുകയോ ചെയ്യാൻ പാടില്ല. ഹെൽമറ്റ് ഉപയോഗിക്കുക, സീറ്റ് ബെൽറ്റുകൾ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മാത്രമായ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളുമായി കൂടിയാലോചിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സ്വന്തം മാതാവിനെയോ പിതാവിനെയോ സ്വന്തം ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും അവരുമായി നല്ല നിമിഷങ്ങൾ പങ്കിടുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധത്തിൽപ്പെട്ട എല്ലാവർക്കും സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനോ വിവാഹ നിശ്ചയത്തിനോ ഒക്കെ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇത്. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക്, നിയമം കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ഒരു ദിവസമായിരിക്കും. പ്രമോഷനുകൾ ലഭിക്കുവാനും സാമ്പത്തികമായി മെച്ചപ്പെടുവാനുമൊക്കെ സാഹചര്യം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വളരെയധികം ധനം കൈകാര്യം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ധനപരമായ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം ചില ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചില ക്ലേശങ്ങൾ വന്നേക്കാമെന്ന സൂചന ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എപ്പോഴും സത്യസന്ധമായി മുമ്പോട്ട് പോയാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടാവുക. താൽക്കാലിക നേട്ടം ഒരിക്കലും ശാശ്വതമായിരിക്കുകയില്ല. എല്ലാവരും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങളിൽ ധനം സമ്പാദിക്കുന്നതിൽ നിന്നൊക്കെ ഒഴിവായി നിന്നാൽ നമുക്കെല്ലാവർക്കും മനസ്സമാധാനം ലഭിക്കുന്നതാണ്. കൂട്ടുകെട്ടുകൾ മൂലം ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനും സാധ്യത കാണുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ നിങ്ങളെല്ലാവരെയും സർവേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി ഇതിവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.